ശിഖ. കോളേജിലെ തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി. ഡീ കെട്ടിയവനെ കിട്ടിയപ്പോൾ നമ്മളൊക്കെ മറന്നു അല്ലേ? ഏയ് അതൊന്നല്ല ശിഖ, നിന്നെ ഞാനങ്ങനെ മറക്കുമോ? പിന്നെ ഓരോ സാഹചര്യം. പിന്നെ ഇപ്പം ആദ്യം ഉണ്ടല്ലോ കൂട്ടിന്, പിന്നെ എന്തിനാ ഞാൻ അല്ലേ? എന്തു പറയും നിന്റെ ആദ്യം? ആളെങ്ങനെയാടി, റൊമാൻറ്റിക്കാണോ? മീര വെറുതെ ഒന്ന് മൂളി. ഞാൻ നിന്റെ കാര്യത്തിൽ ഒത്തിരി ഹാപ്പിയാണ് മീര. നീ ഇത്രയും കാലം സങ്കടപ്പെട്ടതിന് ദൈവം നിനക്കൊരു നല്ല ലൈഫ് തന്നല്ലോ. മീര എല്ലാം കേട്ട് ചിരിക്കാൻ ശ്രമിച്ചു. പിന്നെ ഒരു വിശേഷം കൂടിയുണ്ട്. എൻ്റെ മഹിയേട്ടൻ്റെയും വീട്ടുകാരുടെ ദേഷ്യവും വാശിയൊക്കെ അവസാനിച്ച് ഞങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞതിഥി കൂടി വരാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഹാപ്പി. ഏട്ടൻ്റെ അമ്മയും അച്ഛനെ കാണാൻ വന്നിരുന്നു. ശരിക്കും? എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നത്? ഇതാദ്യം പറയണ്ടടി. മീര മനസ്സറിഞ്ഞ് ഒരുപാട് നാളിന് ശേഷം ഒന്ന് സന്തോഷിച്ച്. മോളെന്നാ ഇതുപോലൊരു വാർത്ത തന്നെ അറിയിക്കുന്നത്? അടുത്ത് തന്നെ ഉണ്ടാവുമോ? ഷിക അത് പറഞ്ഞു അവളെ നോക്കി കണ്ണിറുക്കി. അതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. നിറഞ്ഞു വന്ന കണ്ണുകൾ ഷികയ്ക്ക് മുന്നിൽ മറച്ചു പിടിക്കാൻ മീര നന്നേ പരാജയപ്പെട്ടു. ഒടുവിൽ തൻ്റെ എല്ലാ വിഷമങ്ങളും അവൾ ഷികയോട് തുറന്നു പറയുമ്പോൾ ആ മനസ്സിൽ നേരിയൊരു ആശ്വാസം തോന്നി. മീര, ആദ്യം അയാളോട് നീ മനസ്സ് തുറന്ന് സംസാരിക്കണം. നീ ഒരു പാവയല്ല, വികാരങ്ങളും വിചാരങ്ങളും ഒരു പെണ്ണാണ്. അയാളുടെ ഭാര്യയാണ് നീ. നിന്നെ അങ്ങനെ കാണാൻ അയാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം നീ ചോദിച്ചറിയണം മീര. എന്തിനാ ഇങ്ങനെ സ്വയം നീർന്ന്? ഏറെ നേരം അവൾ മീരയെ സമാധാനിപ്പിച്ചു. പിരിയുമ്പോഴും എല്ലാം ആദ്യോട് തുറന്ന് സംസാരിക്കുന്നതിനെ കുറിച്ച് അവൾ മീരയെ ഓർമ്മിപ്പിച്ചു. വീട്ടിലെത്തി ഓരോന്ന് ഓർത്തവൾ ഏറെ നേരം കരഞ്ഞു. സമയം വൈകിയതുപോലെ അവൾ അറിഞ്ഞില്ല. പെട്ടെന്ന് മുറിയിൽ ലൈറ്റ് തെളിഞ്ഞപ്പോൾ മീര വീണ്ടും കണ്ണുകളടച്ച് കുനിഞ്ഞിരുന്നു. ആദ്യം എന്തൊക്കെയോ അവളോട് ചോദിച്ചെങ്കിലും ഒന്നിനും മറുപടി പറഞ്ഞില്ല. പതിയെ ആദി അവളെ തട്ടി വിളിച്ചു. ഉടനെ ഏങ്ങിക്കരഞ്ഞുകൊണ്ടവൾ ആദിയെ ഇറുകെ പുണർന്നു. പെട്ടെന്നുള്ള മീരയുടെ പ്രവൃത്തിയിൽ അവനാകെ പകച്ചു. പക്ഷെ അവളുടെ കൈകൾ വിടുവിച്ചുകൊണ്ട് അവൻ അകന്നു മാറുമ്പോൾ ആ മുഖത്ത് പരിഭ്രമവും ഭയമൊക്കെ മിന്നിമറഞ്ഞു. ആദി, എനിക്കറിയണം, നിങ്ങൾക്ക് എന്നെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ലേ? എന്താണ് എൻ്റെ കുറവ്? ഒന്ന് പറഞ്ഞു തരുമോ? ശരിയാ, ഞാൻ ആരോരും ഇല്ലാത്തവളാ. ഒന്നും ആഗ്രഹിക്കാൻ എനിക്ക് അവകാശമില്ല. എങ്കിലും നിങ്ങളെൻ്റെ കഴുത്തിൽ താലിയാർത്തി മുതൽ കുഞ്ഞു കുഞ്ഞു മോഹങ്ങൾ എനിക്കുമുണ്ട്. നിങ്ങളെൻ്റെ ഒരു കാര്യത്തിലും കുറവ് വരുത്തുന്നില്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. നിങ്ങളൊന്ന് ചേർത്ത് അണച്ചെങ്കിലെന്ന്, ഒന്ന് തലോടിയിരുന്നെങ്കിലെന്ന് എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നു. ഒരു ഭാര്യയോടുള്ള ഇഷ്ടം പോലും ആ കണ്ണുകളിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്ന് പറഞ്ഞു തരുമോ ആദി? ഞാൻ നിങ്ങൾക്ക് ചേർന്നവളല്ലേ? എങ്കിലും ഒഴിഞ്ഞു തരാം. പക്ഷേ കാരണം എനിക്കറിയണം, എന്താണ് എൻ്റെ തെറ്റെന്ന്. അത്രയും പറഞ്ഞവൾ പൊട്ടിക്കരഞ്ഞു. ഒടുവിൽ ആ കരച്ചിൽ നേർത്തു തുടങ്ങിയപ്പോൾ ആദ്യം അവൾക്ക് അഭിമുഖമായിരുന്നു. മീര, തെറ്റുകാരൻ ഞാൻ. എന്നെപ്പോലെ ഒരാൾ ഒരു വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു. മീര സംശയത്തോടെ ആദ്യം നോക്കി. ഇന്നത്തെ പോലെ സുഖ സൗകര്യങ്ങളൊന്നും നിറഞ്ഞതല്ലായിരുന്നു എൻ്റെ കുട്ടിക്കാലം. അച്ഛൻ കൂലിപ്പണിക്കാരനായിരുന്നെങ്കിലും അച്ഛനും അമ്മയും ഞാനുള്ള ആ വീടൊരു സ്വർഗ്ഗമായിരുന്നു. നാട്ടിലെ പൂരം കഴിഞ്ഞ് ഞാനും അച്ഛനും മടങ്ങിയെത്തിയ ആ രാത്രി അമ്മക്കൊപ്പം മറ്റൊരാളെ കണ്ട 8 വയസ്സുകാരന് ഒന്നും മനസ്സിലായില്ല. പക്ഷേ അച്ഛനും അമ്മയും തമ്മിലുള്ള വാക്കേറ്റങ്ങൾക്കിടയിൽ നിന്ന്, അച്ഛൻ്റെ കണ്ണീരിൽ നിന്ന് അമ്മ ചീത്തയാണെന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങിയിരുന്നു. പിറ്റേ ദിവസം ഒരു മുഴം കയറിൽ തൂങ്ങിയാടുന്ന അച്ഛനെയാണ് ഞാൻ കണ്ടത്. മരണവീട്ടിൽ ആളും ആരവും ഒഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും അമ്മയും മാത്രമായി. പിന്നെ അമ്മയോട് പറ്റിച്ചേർന്ന് കിടന്നുറങ്ങുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ആ ചീത്ത മനസ്സ്. രാത്രികളിൽ എനിക്കരികിൽ നിന്ന് അപ്രത്യക്ഷമാവുന്ന അമ്മയുടെ അടക്കി പിടിച്ച ശബ്ദം ഒരു ചുമരിനപ്പുറത്ത് എനിക്ക് കേൾക്കാമായിരുന്നു. ഒപ്പം ഒരു പരിചിതമായ ശബ്ദവും. പിന്നെ അമ്മ രാത്രി എൻ്റെ കൂടെ കിടക്കാനേ വരാതെയായി. പതിയെ ചുറ്റുമുള്ളവരും പറഞ്ഞു തുടങ്ങി അമ്മ ചീത്തയാണെന്ന്. ഒപ്പൊരു വിളിപ്പേരും എനിക്ക് ചാർത്തി തന്നു, പിഴച്ചവളുടെ മകനെന്ന്. ഒടുവിൽ അമ്മയെ ഞാൻ മറ്റൊരാളോടൊപ്പം മോശമായ രീതിയിൽ കണ്ട ആ രാത്രി അവരമ്മയെന്ന് വിളിച്ചതിന് ഞാൻ എന്നെ സ്വയം ശപിച്ചു. അവർ ചീത്തയാണെന്നും എൻ്റെ അച്ഛൻ മരിക്കാൻ കാരണമായത് അവരാണെന്ന് പറഞ്ഞ ആ രാത്രി ഞാൻ ഉറങ്ങിയില്ല. വീടിന് പുറകിൽ വെച്ച് പതിരുന്ന അമ്മയുടെ കാമുകൻ്റെ നെഞ്ചിലേക്ക് ഒരു കത്തി കുത്തിക്കയറ്റുമ്പോൾ മനസ്സിൽ പകയായിരുന്നു ആ സ്ത്രീയോട്. പക്ഷെ അവരെ കൂടെ കൊല്ലാൻ മനസ്സുറപ്പില്ലാതെ പോയി. പിന്നെ ജുവൈനൽ ഹോമിൽ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് ശേഷം തിരികെ അവിടെ അടുത്ത് പോകാൻ മനസ്സനുവദിച്ചില്ലെങ്കിലും അച്ഛനുറങ്ങുന്ന മണ്ണിലേക്ക് തിരിച്ചു പോകാൻ തോന്നി. പക്ഷേ വീണ്ടും മനമടുപ്പിക്കുന്ന കാഴ്ചകൾ എന്നെ സ്വന്തം അമ്മയുടെ കൊലപാതകയാക്കുമെന്ന് തോന്നിയപ്പോൾ ഞാൻ നാട് വിട്ടു.